സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇവിടെ നോട്ടും നിരോധിക്കും, വേണ്ടി വന്നാൽ വോട്ടും നിരോധിക്കും. കാരണം ഇത് ഇന്ത്യയാണ്. ആദ്യം അവർ പൗരത്വ ഭേദഗതി ബില്ലുമായി വന്നു. തികച്ചും വിവേചനാപരമാണ് ഈ നിയമം എന്നറിഞ്ഞിട്ടും നമ്മൾ മിണ്ടിയില്ല. കാരണം നമ്മുടെ പൗരത്വത്തിന് പ്രകടമായ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പിന്നീട് സ്റ്റാൻസാമി എന്ന വൃദ്ധ വൈദികനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചു. ദാഹജലം പോലും കൊടുക്കാതെ കൊന്നു. അപ്പോഴും നമ്മൾ മിണ്ടിയില്ല. കാരണം സ്റ്റാൻസാമി മലയാളിയായിരുന്നില്ല, ഒരു ജസ്യൂട്ട് അച്ഛൻ മാത്രമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ എന്തിന് സംസാരിക്കണം? മണിപ്പൂർ കത്തിയെരിഞ്ഞപ്പോൾ പോലും നമ്മൾ മിണ്ടിയില്ല. കാരണം നമ്മൾ മണിപ്പൂരിലെ ഒരു ഗോത്രത്തിലെയും അംഗമായിരുന്നില്ല. വഖഫ് ബോർഡ് ആക്ട് വന്നപ്പോൾ നമ്മൾ മിണ്ടി പരസ്യമായി പിന്തുണച്ചു. കാരണം ആ നിയമം നമ്മളെ ബാധിക്കുന്നതായിരുന്നില്ല, മറ്റാരെയൊക്കെയോ ബാധിക്കുന്നതായിരുന്നു. അവർ നിരവധി പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തപ്പോഴും നമ്മൾ മിണ്ടിയില്ല. കാരണം നമ്മൾ പ്രൊട്ടസ്റ്റന്റുകാരല്ലായിരുന്നു. ഡൽഹിയിൽ കുരിശിന്റെ വഴി നടത്താൻ അനുമതി നിഷേധിച്ചപ്പോഴും നമ്മൾ മിണ്ടിയില്ല. കാരണം നമ്മൾ ഡൽഹിയിലെ കത്തോലിക്കർ അല്ലായിരുന്നു. അവസാനം ഛത്തീസ്ഗഡിലെ 2 സിസ്റ്റർമാരെ പരസ്യ വിചാരണ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അവർ നമ്മെയും തേടി വരുമെന്ന്. 5 വർഷത്തിലൊരിക്കൽ നമ്മൾ ചെയ്യുന്ന വോട്ട് പോലും കവർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. ഇനിയെങ്കിലും നമുക്കൊന്ന് അനീതിക്കെതിരെ ശബ്ദമുയർത്തിക്കൂടെ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്, നമ്മൾ ക്രൈസ്തവരാണ്. ആയതിനാൽ അയൽപ്പക്കക്കാരെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. അതിരുകളെയും പരിധികളെയും അതിലംഘിച്ച് സ്വാർത്ഥതയുടെ മതിലുകളെ തകർത്ത് വൈയക്തികമോ ദേശീയമോ ആയ താല്പര്യങ്ങളെ ഒഴിവാക്കി അയൽവാസിയെ തൊടാൻ നമുക്കാവണം. വെറുപ്പും അസഹിഷ്ണുതയും ഉൽപ്പാദിപ്പിക്കുന്ന തടസ്സങ്ങളെ തകർത്ത് മുന്നോട്ടു പോകാൻ നമുക്കാകണം. ജയ് ഹിന്ദ്.